ഡൽഹി അതുപോലെ തന്നെ യു പിയിലൊക്കെ വണ്ടിയൊക്കെ ഭയങ്കര വിലക്കുറവാന്നൊക്കെ ഓരോരുത്തർ പറയലുണ്ടല്ലോ, സത്യമായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇറങ്ങി നോക്കി കേട്ടോ. നമ്മളെന്തായാലും ഇപ്പോൾ അവിടെ തന്നെയാണല്ലോ ഉള്ളത്. അപ്പോൾ ഇത് ടൊയോട്ടൻ്റെ തന്നെ യൂട്രസ്റ്റ് പറഞ്ഞ ഓരോ യൂസ്ഡ് വണ്ടികളെ ഇങ്ങനത്തെ വണ്ടികൾ കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ആക്കിയിട്ട് പുതിയ വണ്ടി എടുത്ത് പോകണതാണ്. ഇതൊന്നും കണ്ടാൽ എക്സ്ചേഞ്ച് ആക്കിയ വണ്ടിയാണെന്ന്, എക്സ്ചേഞ്ച് ആക്കി പുതിയ കൊണ്ടുപോകാന്നൊന്നും പറയില്ല കേട്ടോ. അതാ സീറ്റ് കവർ പോലും ഊരാത്ത സെക്കൻഡ് ഹാൻഡ് വണ്ടി. ഇതൊക്കെ ഇവിടെ ഇട്ടിട്ട് കാട് ഇതാ ടയർമേലൊക്കെ പുല്ല് മുളച്ചാണ്. ഫുള്ള് അങ്ങനത്തെ വണ്ടികളാണ് കേട്ടോ. ഈ ഇന്നോക്കൊക്കെ 10 ലക്ഷം റുപ്യ. ഏതാ മോഡലൊന്നും അറിയില്ല കേട്ടോ. ആൾ ഞങ്ങളെടുത്ത് പറഞ്ഞു. ഈ വണ്ടി ഇപ്പോൾ പറഞ്ഞു, ഈ വണ്ടി 2017 മോഡല്, പിന്നെ 9 ലക്ഷം റുപ്യ. 1,20,000 ഓടിയാണ്. കമ്പനി ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞു. ആർക്കറിയാം. സംഭവം കളർ തന്നെയാണ്. സീറ്റ് കവർ പോലും ഊരാത്ത വണ്ടികൾ സെക്കൻഡ് ഹാൻഡ്. എന്തായാലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വണ്ടികളൊക്കെ കിട്ടാൻ മതി കേട്ടോ. ഓ ഫുള്ള് ഇങ്ങനത്തെ വല്ല പരിപാടിയും തുടങ്ങിയാലോ. ഈ വണ്ടികളൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് പോകാനും തോന്നുന്നില്ല. 9 ലക്ഷം റുപ്യ ഒക്കെ ആയിട്ട് ഇന്നോവ ക്രിസ്റ്റ ഫുള്ള് ഇവരെ കമ്പനി സർവീസ് അല്ല, കമ്പനി ഹിസ്റ്ററി ഒക്കെ അടക്കം നമുക്ക് തരും കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലെത്തിയാൽ പൈസ മതി എന്ന് തോന്നുന്നു ചില ഇതിനൊക്കെ രജിസ്ട്രേഷൻ മാറ്റാനൊക്കെ. ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, കണ്ടാൽ പറയോ. ഓ അതിൻ്റെ ഡിസ്പ്ലേയിലെ കാടും കൂടി ഒരിയില്ല. എന്നെ വിളിക്കണേ, ഞാൻ പോട്ടെ. എന്താലേ വണ്ടർ അടിച്ചിട്ടാ ഇവിടെ കേട്ടോ. അപ്പുറത്ത് വേറെ യൂസ്ഡ് ഒക്കെ ഉണ്ട്. ഇത് ഞങ്ങളിപ്പോൾ പോയി നോക്കി കേട്ടോ. വെറുതെ ഒന്ന് ചോദിച്ചെന്നുള്ളൂ ഇങ്ങനെ കണ്ടപ്പോൾ. 2014 മോഡല് XUV 500. ഇത് W6 എന്തൊക്കെ പറഞ്ഞിട്ടോ. ഇതിന് 3 ലക്ഷം റുപ്യ. അതിന് ബാറ്ററി ഒന്നും ഇല്ലയെന്ന് പറഞ്ഞ്. വണ്ടി സ്റ്റാർട്ടാക്കണേൽ ഒരു ദിവസം കഴിയും. അതേപോലെ തന്നെ ഈ ഇന്നോവ അത് നിങ്ങൾ നാളെ വരികയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടാക്കി വെക്കാമെന്നൊക്കെ പറഞ്ഞു. ഉത്തരേന്ത്യയിലൊക്കെ